എനിക്കറിയാമായിരുന്നു, എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു രേണുസുതിക്ക് വേണ്ടിയിട്ട് അവിടെ പല വീഡിയോസും അവിടെ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അത് ആ ഷൂട്ട് ചെയ്ത് കൊടുത്ത ചാനൽ അവരിലൂടെ ഇടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീടിന്റെ വർക്ക് നടക്കുമ്പോൾ ഒരു പ്രൊമോ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആ ചാനൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. രേണുസുതിയോടും ഫാമിലിയോടും ഞാൻ മാപ്പ് പറഞ്ഞതാണ്. മാപ്പ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീടിന്റെ പ്ലാസ്റ്ററിങ് ചെയ്തത് ഞാനോ എന്റെ കമ്പനിയല്ല. അവിടെ പ്ലാസ്റ്റർ ചെയ്യുന്നത് ആരാണെന്ന് അവർക്കറിയാം. അത് ചെയ്ത ആൾക്കാർക്കെതിരെയും അവർ വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു. അവരുടെ പ്രസ്ഥാനത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിനെ ഒന്നുമില്ലാതാക്കാനോ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തത്. അതിന്റെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുത്തത്. അവിടെ ചെയ്ത എല്ലാത്തിന്റെയും ഇനിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിന്റെയും ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ് ഏറ്റെടുത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിനൊരു വീഡിയോ ചെയ്യാൻ പാടില്ല ആർക്കെതിരെയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോ വർക്കുകൾ ചെയ്ത ആൾക്കാരും എന്നെ വിശ്വസിച്ചിട്ടാണ് അവിടെ വന്നിട്ട് ഓരോന്ന് ചെയ്തത്. ഈ പറയുന്ന മറുനാടൻ പോലും അവർ പറഞ്ഞു ഫ്ലവേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഫ്ലവേഴ്സ് ചാനൽ ഏകദേശം വീടിന്റെ വർക്ക് തുടങ്ങി 8 മാസമായിട്ട് പോലും ഫ്ലവേഴ്സ് ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലവേഴ്സിന്റെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സ് ചെയ്യുന്ന വീടിന്റെ വർക്കുകൾ നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഫിറോസ് ആണ് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കേരള ഹോം ഡിസൈൻ KHDC എന്ന ഗ്രൂപ്പാണ് എന്ന രീതിയിലാണ് അവർ വാർത്തകൾ കൊടുത്തിരുന്നത്. ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഉള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അവരെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു ഫ്ലവേഴ്സിന്റെ അടുത്ത് ദയവേത് നിങ്ങൾ ഞങ്ങളുടെ പേര് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ സ്പോൺസർമാരെല്ലാവരും പിന്തിരിയാണ്. കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണ്, ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണെന്ന്. അത് പ്രകാരം ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങളുടെ അടുത്ത് പോയി. ഞങ്ങൾക്ക് അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നു. അതിഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട്. വെറും 7-8 ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ആ വീടിന് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ അടുത്ത ദിവസം ഞാൻ പുറത്തുവിടുന്നത് ഡീറ്റെയിൽ ആയിട്ട്. 7-8 ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് വേണ്ട, ഇത്ര നല്ല വീട് വേണ്ട, ഇത്രയും മോശമായൊരു വീട് അവിടെ പണിയാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ അനുഭവിച്ച പെയിൻ, വേദന എത്രത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പേരിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അവരുമായിട്ട് പിണങ്ങി ആ ഗ്രൂപ്പിൽ ഞാൻ എക്സിറ്റ് ആയി. ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് വോയിസുകളും ഓരോരുത്തരുടെ മെസ്സേജുകളും എല്ലാം എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഒന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ കാര്യം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പെയിൻ സഹിച്ച് ആ വീട് ഞങ്ങൾ ഉണ്ടാക്കി. അവിടുത്തെ വീടും ആ മണ്ണും കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണൊലിച്ചു പോകുമെന്നുള്ള ഭയം, ഒരൊറ്റ ഭയം. പിന്നെ ഒരു മതിൽ അവിടെ കെട്ടിക്കൊടുക്കണമെന്ന ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ പൈസ ഞാൻ ചോദിച്ചു. ആ സമയത്താണ് മറുനാടൻ മലയാളി അവിടെ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ അവരെ കൈയും കാലും പിടിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ 50,000 അവർ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ 50,000 രൂപ മതിൽ അവിടെ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഏകദേശം 1,10,000 1,15,000 ഷാജൻസ് കറിയിൽ നിന്ന് ഞങ്ങൾ കെഞ്ചിട്ട് വാങ്ങിച്ചെടുത്ത്. അത് മെറ്റീരിയൽ വാങ്ങിക്കാനും ലേബേഴ്സിനും ഒക്കെ അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ടിട്ട് ഞങ്ങൾ അയപ്പിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ അവിടെ ആ ഒരു മതിൽ കെട്ടിയത്. ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രശ്നങ്ങൾ അവിടെ വന്നു എന്ന രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ മോശമാണ്. ഇതെല്ലാം അവസാനിപ്പിക്കാനാണ് ഞാൻ മാപ്പ് പറഞ്ഞത്. അല്ലാതെ എന്റെ കമ്പനി അവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത് ആ വീട് കുളമാക്കി എന്നുകൊണ്ടല്ല. അവിടെ പ്ലാസ്റ്ററിംഗ് ചെയ്ത ആൾക്കാരെയും അവിടെ മതിൽ കെട്ടിയ ആൾക്കാരെയും രേണുവും ഫാമിലിയും അവഹേളിക്കും അല്ലെങ്കിൽ അവർക്കെതിരെ വീഡിയോ ഇടും എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ മാപ്പ് പറഞ്ഞത്. അത് ശരിയായിരുന്നു. ഇന്ന് രേണുസുതി മറുനാടൻ മലയാളിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത്. രേണു, എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് അല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ടൊരു വീട്, മതിൽ, ലാൻഡ്സ്കേപ്പിംഗ് ഇതൊക്കെ ചെയ്തു തന്നവിടെ ഇതിന്റെ 5% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 50% ഡാമേജ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എങ്കിലും നിങ്ങൾക്ക് കയറിക്കെടുക്കാൻ, സുഖമായിട്ട് കയറിക്കെടുക്കാൻ ഒരു തുള്ളി വെള്ളം പോലും അകത്ത് വരാത്ത ഒരു കോൺക്രീറ്റും അതിന്റെ കൂടെ ട്രസ്റ്റും ചെയ്തിട്ട് ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി തന്നു. ആ ലൂവേസിനുള്ളിൽ കൂടെ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ സാധാരണ വീടുകളിൽ കാറ്റും വെളിച്ചം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനുള്ളിലൂടെ നിങ്ങൾക്ക് എയർ സർക്കുലേഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞങ്ങളുടെ ഒരു ഷീറ്റ് ഇടായിരുന്നത്, പോളികാർബൺ ഷീറ്റ് ഇടായിരുന്നത്. അതിലൂടെ നിങ്ങൾക്ക് സ്റ്റീതടിക്കുന്നത് നിങ്ങൾ ചോർച്ചയാക്കി നിങ്ങൾ പ്രചരിപ്പിച്ചു. വെറും 2,600 രൂപ ചെലവാക്കിയിട്ട് ഞങ്ങളവിടെ നിങ്ങൾക്ക് പോളികാർബൺ ഷീറ്റ് ഇട്ട് തന്നു. നിങ്ങളുടെ അപ്രൂവലിന്റെ കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിച്ചിട്ട് നിങ്ങളുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്ഥലത്തിന്റെ നികുതി അടച്ച റെസീറ്റും വേണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം വെച്ച് നിങ്ങൾ അത് അറേഞ്ച് ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അപ്രൂവൽ തരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അതിനെല്ലാം ഞാൻ മാപ്പ് പറഞ്ഞു, മൗനം സ്വീകരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ രേണു എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാലും രേണുവിനെതിരെ സൈബർ ആക്രമണം ഭയങ്കരമായിട്ടുണ്ട്. രേണു ഒരു വിധവയാണ്. എന്റെ ഉമ്മയും ഒരു വിധവയായിരുന്നു. എത്ര വന്നാലും ആരൊക്കെ വന്നാലും കുടുംബക്കാർ വന്നാലും ആര് വന്നു കഴിഞ്ഞാലും സ്വന്തം ഭർത്താവിനോളം നമ്മളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാനോ ഒരാൾ ആവില്ല ആരൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീനെ ആരും തെറി പറയരുത് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാം ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ മറുനാടൻ ചെയ്തു. ഇനി നിങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്ത വ്യക്തിക്കെതിരെ നിങ്ങളുടെ വീഡിയോ ചെയ്യും. അതും നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സത്യമാണോ കളവാന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും നിങ്ങൾ നിർത്തരുത് പ്ലീസ്. ഇതെന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. ഇത് അവസാനിപ്പിക്കുക. നിങ്ങൾ ആലോചിക്കുക. ഒരു വീട് നിങ്ങൾക്ക് കിട്ടിയില്ലേ, ചോരാതെ അല്ലെങ്കിൽ ഒരു പട്ടി കയറാതെ അല്ലെങ്കിൽ ഒരു പാമ്പ് കയറാതെ അടച്ചുറപ്പുള്ള ഒരു വീട് നിങ്ങൾക്ക് കിട്ടിയില്ലേ, അതിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ മുന്നേ എങ്ങനത്തെ വീട്ടിലാണ് നിങ്ങൾ കിടന്നിരുന്നത്? ആസ്പെറ്റോ ഷീറ്റ് കൊണ്ട് റൂഫ് മറച്ച ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു ചെറിയ കിച്ചണും ഒറ്റ ബാത്റൂമുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിച്ചിരുന്നത്. നിങ്ങൾക്കിപ്പോൾ അത്യാധുനിക രീതിയിലുള്ള ബാത്റൂംസ്, എല്ലാവിധ സംവിധാനമുള്ള 3 ബാത്റൂമുള്ള ഒരു വീട്, എല്ലാവിധ സംവിധാനമുള്ള നല്ലൊരു അടുക്കള, എല്ലാവിധ സംവിധാനമുള്ള നിങ്ങൾക്ക് ബെഡ്റൂം, 3 ബെഡ്റൂം, കർട്ടൻ എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തന്നില്ലേ? ഈ മതിലൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്ററിംഗ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വരും? അതും ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നു. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ്. ഇതിന്റെ അവസാന റിക്വസ്റ്റ് ആണ്. ഇതെല്ലാം ഞാൻ ഏറ്റെടുത്താണ്. കാരണം എന്താ പറയുക, ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത്
ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷനോ മറ്റൊന്നും ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കണം. എനിക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുത്തു. എന്റെ കമ്പനിനെ എന്നെ പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാരെ തെറി പറയുന്നത്, ഹരാസ് ചെയ്യുന്നത് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കൊരു കുഴപ്പമില്ല. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ക്രൂശിക്കപ്പെടും. പലരും ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് നല്ല പോലെ ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്, ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മറ്റു മെസ്സേജ് ഇടുന്നുണ്ട്. ഞാനിതെല്ലാം കാണുന്നുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാനോ ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരുപാട് പെയിൻ ഉണ്ട്. സത്യം ഞാൻ പറഞ്ഞു, ഒരുപാട് ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് ഞാൻ യാചിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. അത് നിങ്ങൾ ഒരുപാട് പുകഴ്ത്തി, ഈ ഫ്ലവേഴ്സിനെ 24 നിങ്ങൾ ഒരുപാട് പുകഴ്ത്തി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട് താമസത്തിന് ഇവിടെ ആരും അവിടെ വരുന്നത്? 24 ചാനലിലെ ഫ്ലവേഴ്സിലെ ഒരു ഓഫീസ് ബോയ് പോലും നിങ്ങൾക്ക് വന്നിട്ട് എന്തെങ്കിലും നടന്ന് തന്നോ? ഒരു ഗിഫ്റ്റ് തന്നോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വെള്ളം കുടിച്ചോ? എന്താ കാരണം? ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വിവാദത്തിലേക്ക് പോകും, വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകും. അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാം മാപ്പ് പറഞ്ഞത്. അല്ലാതെ പലരും വിചാരിക്കുന്ന പോലെ ഫിറോസിന്റെ എഞ്ചിനീയറിംഗിന്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഫിറോസിന്റെ കോർഡിനേഷന്റെ മിസ്റ്റേക്ക് അതൊന്നുമല്ല കേട്ടോ. എനിക്ക് ഇത്ര പറയണം, ദയവേദി ഇനിയും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ്, പ്ലാസ്റ്ററിംഗിന്റെ ആളെ കുറിച്ച് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ്, അതുപോലെ അതൊന്നും നിങ്ങൾ ദയവേദി ഇനിയും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പ്രചരിപ്പിക്കരുത്. മറുനാടനെ ഇതിൽ നിങ്ങൾ വീഡിയോ ഇട്ടു, അവരെന്നെ വിളിച്ചു, സംസാരിച്ചു. അവരെന്തൊക്കെ എന്നെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയില്ല. സാറിലോ ഇതൊക്കെ ഈ ആൾക്കാരെ സഹായിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന അവാർഡുകളാണ്. അതെല്ലാം നമ്മളിങ്ങനെ എടുത്തു വെച്ചോളാം കേട്ടോ. ഓക്കെ, ഒരുപാട് നന്ദി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഫിറോസ് രേണുവിനോടും ഫാമിലിയോടും മാപ്പ് പറഞ്ഞത്. മിമിക്രി കലാകാരനായ കൊല്ലം സുധയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ 2 മക്കളുടെ പേരിലാണ് ഈ ഒരു KHDC നൽകിയ വീടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. സുധയുടെ ഭാര്യ രേണുവും അതുപോലെ രേണുവിന്റെ അച്ഛൻ തങ്കച്ചനും വീടിന്റെ ചോർച്ചയുണ്ടെന്നും അതുപോലെ തേപ്പ് ഇളകിയതാണോ എന്നൊക്കെയുള്ള ആരോപണം തന്നെയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫാൻ തകർന്നു വീണു എന്നും അതുപോലെ വാഷ് ബേസിൻ ഇളകി വീണു എന്നും തേപ്പും പെയിന്റും ഇളകി എന്നൊക്കെ തന്നെയാണ് രേണുവും കുടുംബവും ആരോപിച്ചിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ രേണു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട്. KHDC എന്ന സംഘടനയും ഭാരവാഹിയായ ഫിറോസിനെ വരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ തന്നെയായിരുന്നു ഇരുവരും നടത്തിയിരുന്നത്. അതുമാത്രവുമല്ല, സുധിലേം ഗിഫ്റ്റഡ് ബൈ KHDC എന്നുള്ള ആ ഒരു നെയിം ബോർഡ് വീടിന് മുന്നിൽ സ്ഥാപിച്ചതും ഇടയ്ക്ക് വെച്ച് വിമർശനത്തിന് കാരണമായി. അങ്ങനെ ഒരു ബോർഡ് ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി വെച്ചു എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ നിരന്തര വിമർശനങ്ങൾക്കൊടുവിൽ സുധിലേം എന്നെഴുതിയ ആ ഒരു ബോർഡ് നീക്കം ചെയ്തിരിക്കുകയാണ് ഫിറോസ്. സുധിയുടെ മൂത്ത മകനായ കിച്ചുവിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവന്റെ സമ്മതം വാങ്ങിയതിനു ശേഷമാണ് ബോർഡ് നീക്കം ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ചുള്ള ഓഡിയോ ക്ലിപ്പും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. രേണുവിന്റെ നിർബന്ധപ്രകാരം നിങ്ങളുടെ ഒരു കയ്യൊപ്പ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ വെച്ചതെന്നാണ് ഫിറോസ് വ്യക്തമാക്കുന്നത്. ബോർഡ് നീക്കം ചെയ്യാനായിട്ട് വർക്കേഴ്സിനെ പറഞ്ഞയച്ചപ്പോൾ രേണുവിന്റെ പിതാവ് സമ്മതിച്ചില്ല. അതിനുശേഷം തർക്കവും ഉണ്ടായി. എന്നാൽ പിന്നീട് കിച്ചുവിന്റെ സമ്മതപ്രകാരം ബോർഡ് നീക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ ബോർഡ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നീക്കം ചെയ്ത് സുധിലേം എന്ന് മാത്രം എഴുതിയ ബോർഡ് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു സമ്മതിച്ചു. അതുപോലെ രേണുവിനും കുടുംബത്തിനും എതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഫിറോസ്. തന്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിന് എതിരെയാണ് നിയമ നടപടി സ്വീകരിക്കുന്നത് എന്നാണ് ഫിറോസ് അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവർക്ക് വീട് വെക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പും അവർക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണെന്ന് കൂടി ഫിറോസ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഓരോ വീട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് ഫിറോസ് നേരത്തെ പറഞ്ഞിരുന്നത്. സുധിയുടെ മരണശേഷം മക്കളുടെ അവസ്ഥ കണ്ടിട്ടാണ് സുധിയുടെ മക്കളുടെ പേരിൽ ഫിറോസ് വീട് വെച്ചിരിക്കുന്നത്. സാധാരണ വീട് മാത്രം വെച്ച് നൽകാറുള്ളിടത്ത് ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽട്ടറും ഒക്കെ സ്ഥാപിച്ചായിരുന്നു ഈ ഒരു KHDCയുടെ മടക്കം. അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടെന്നും സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീടിന്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തു പോയ നിരവധി ചെറുപ്പക്കാരുണ്ടെന്നും ഫിറോസ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തരത്തിലെ സഹായം ചെയ്തവരെയെല്ലാം അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രതികരണമാണ് രേണുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിമർശനങ്ങൾക്ക് ഒരാക്കം കൂട്ടിയതും. ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ സുധിയുടെ സുഹൃത്തായ താജ് പത്തനംതിട്ട രംഗത്ത് വന്നതും വാർത്തയായിരുന്നു. സുധിയുടെ മക്കൾക്കുള്ള വീട് നിർമ്മാണത്തിന് പെർമിറ്റ് കിട്ടാൻ തുടക്കത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ താജ് ഇടപെട്ടതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കി എന്നാണ് താജ് പറയുന്നത്. വീട് പണിയുടെ സമയത്ത് പണിക്കാർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല എന്നും അക്കാര്യം രേണുവിന്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കൊണ്ടുപോകാനായിരുന്നു എന്നായിരുന്നു അത്രേ അവരുടെ മറുപടി. പണിക്കാരുടെ ശാപം കൊണ്ടായിരിക്കാം ക്ലോക്കും ഫാനും ഒക്കെ വീഴുന്നതെന്നും താജ് പരിഹസിച്ചിരുന്നു. മാത്രവുമല്ല, വീട് വെച്ച് നൽകിയ ഫിറോസിനെ രേണു ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഫിറോസ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വീടിന്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷവും അവർക്കൊരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ്.
ഇനി വർക്ക് ഏരിയയ്ക്ക് കൂടി ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ല എന്ന് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്നായിരുന്നു ഭീഷണിയുടെ സ്വരത്തിലെ രേണു പറഞ്ഞിരുന്നു എന്നാണ് ഫിറോസ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. രേണുവിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഫിറോസിനെതിരെയും നല്ലൊരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. അതിൽ ഒരാളുടെ കമന്റ് ഇങ്ങനെയായിരുന്നു: രേണുവിനെ അന്നും ഇന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അന്നും ഞാൻ പറഞ്ഞ കാര്യം ഇതിലും അർഹതപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സഹായം ചെയ്തില്ല? കാരണം ഒന്നേയുള്ളൂ, പബ്ലിസിറ്റി വേണം. നാഴികയ്ക്ക് 40 വട്ടം ഞങ്ങൾ 5 വീട് പണിതു, എല്ലാ വർഷവും ഒരു വീട് ചെയ്യും എന്നൊക്കെ വീമ്പിളക്കുന്ന ഫിറോസിനോടാണ് ഈ ചോദ്യങ്ങൾ. നിങ്ങൾ ഈ പറഞ്ഞ 5 വീടുകൾ എവിടെയാണ്? കണ്ണൂരിൽ ഡിജിബസ് കമ്പനിയുടെ മറ്റു സഹായത്തോടെ പണിത ആദ്യ വീടിന്റെ അവസ്ഥ എന്തായി? ആ വീട്ടുകാരനെ കള്ളനാക്കി പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. അയാൾ കടം കയറി ആ വീട് വിൽക്കേണ്ടി വന്നതിന് ആര് സമാധാനം പറയും? കൊല്ലത്ത് പണിതത് ഒരു തൊഴുത്തിനേക്കാളും ചെറിയ വീടാണെന്ന് കേൾക്കുന്നു. നിങ്ങൾ ദാനം നൽകി എന്ന് പറഞ്ഞു നൽകുന്ന വീടുകൾ കിട്ടിയവർ ഇന്നും കഷ്ടപ്പാടിലാണ്. ഞങ്ങൾ തന്നതല്ലേ എന്ന് നിരന്തരം പറഞ്ഞ് 150ഓളം സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് ആ കുട്ടികളെ നിങ്ങൾ എത്രമാത്രം മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതൊരു ദാനമാണെന്ന് തുടർച്ചയായി കേൾക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാകില്ലേ? ഒരു വർഷത്തിനുള്ളിൽ ചോർച്ചയും തേപ്പും ഇളകി വീഴുന്നത്, ഫാൻ കറങ്ങി വീഴുന്നതും വാഷ് ബേസിൽ വീഴുന്നതൊക്കെ നിങ്ങളുടെ വീട് നിർമ്മാണത്തിലെ പാളിച്ചകളല്ലേ? ജിപ്സം പ്ലാസ്റ്ററിംഗ് നനഞ്ഞ കാലാവസ്ഥയിൽ ചെയ്തതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ വീഴ്ചകൾക്ക് ആരാണ് ഉത്തരവാദി? ഇനിയെങ്കിലും ഈ സത്യങ്ങൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് സ്വയം പൊങ്ങി പറയുന്നത് അവസാനിപ്പിച്ച് മാന്യമായിട്ട് മുന്നോട്ട് പോകാൻ പഠിക്കണം. അതിനുള്ള മാന്യത താങ്കൾക്കില്ലായിരുന്നു എന്നാണ് ഒരാൾ കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് ഇത്തരം കമന്റുകളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതും. അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. അതായത് വീടുണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം മഴയിലും വെയിലും നിന്ന് ചുറ്റുമുള്ള മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും അത് ജീവിക്കുന്നവരെ സുരക്ഷിതരായിരിക്കണം എന്നതല്ലേ എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ഇട്ടത്. വീട് ചോരുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് തെറ്റ്? അവർ ആരെയും മോശമാക്കി പറഞ്ഞില്ല. ചോരുന്നുണ്ട്, അത് ശരിയാക്കാവുന്നതേയുള്ളൂ എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നതുപോലെ രേണു എന്ന സ്ത്രീ ഇവിടെ ആക്ഷേപിക്കപ്പെടുക എന്നത് മാത്രമാണ് ചിലരുടെ ലക്ഷ്യം. അവർ ഇത്രമാത്രം വെറുക്കപ്പെടേണ്ട ഒരാളാകുന്നത് എന്തുകൊണ്ടാണ്? അവരാരും വക്കാലത്ത് പറയാൻ വരാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ആരാലും സംരക്ഷിക്കപ്പെടില്ല എന്നുള്ള ഉറപ്പ് ഇത്തരം പ്രചരണം നടത്തുന്നവർക്കുള്ളത് കൊണ്ടല്ലേ? അവരെങ്ങനെയാണ് സമൂഹത്തോട് നന്ദി കാണിക്കേണ്ടത്? ആരെ കണ്ടാലും തൊഴുതു നിൽക്കണോ, അതോ അവരൊരു തൊഴിലിനും പോകാതെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വന്ന് നാട്ടുകാരോട് തൊഴുത് കരഞ്ഞ് അപേക്ഷിക്കണോ? വൃത്തികെട്ട സമൂഹമായി നമ്മുടെ ആളുകൾ മാറുന്നത് എന്തുകൊണ്ടാണ്? ഒരു നിസ്സഹായയായ സ്ത്രീയെ ആക്രമിക്കാൻ എത്ര ബുദ്ധിമാന്മാരാണ് നിരനിരയായിട്ട് നിൽക്കുന്നതെന്നും ഈ ഒരു കമന്റിലൂടെ ഒരാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സംഭവത്തിൽ കൂടുതലും 2 അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇത്തവണ സ്ഥിരമായിട്ട് രേണുവിന് എതിരെ നിൽക്കുന്ന കമന്റ് ബോക്സ് രേണുവിനൊപ്പം തന്നെയാണ്. എന്നിരുന്നാലും രേണുവിനെതിരെ വന്ന ചില കമന്റുകളും ഇങ്ങനെയായിരുന്നു: വല്ലാത്തൊരു ഗതികേടായി പോയല്ലോ, അർഹതയുള്ളവർക്ക് കൊടുക്കാവൂ, അതാണ് ഇതിലെ പാഠം. അവൾക്ക് നന്ദിയില്ലാത്തവളാണെന്ന് മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നവരെയും സമ്മതിക്കണം. അല്പന അർത്ഥം കണ്ടാൽ അർദ്ധരാത്രിയിൽ കുടപിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് കിടക്കില്ല, അത് കുപ്പയിലേ കിടക്കും. ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തോ ആയി എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. അതിന്റെ അഹങ്കാരമാണ്. അവൾ ഒന്നുമല്ല, അവൾ മനസ്സിലാക്കിയില്ല, അനുഭവം വരും. ഇപ്പോൾ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് അന്വേഷിച്ചാൽ കിട്ടില്ല, അത് ഓർക്കുന്നത് നന്നായിരിക്കും എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത്.